ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടിയിട്ട് ഒരു ഓഫർ ഇടാന്ന് വിചാരിച്ചു. ഓഫർ ഇത് ഗംഭീര ഓഫർ ആണല്ലോ. നല്ല റേറ്റുള്ള ഐറ്റം, നല്ല തുണി കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കണേ. നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ബെഡാണിത്. തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. പിന്നെ കേരളം മൊത്തം പാഴ്സൽ ചാർജും ഇവരെന്നെ കൊടുക്കും. നല്ല ഒരു എന്റർപ്രന്യൂർ മാത്രമല്ല, നല്ലൊരു പാചകക്കാരി കൂടിയാണ്. നോക്കുമ്പോ അറിയാം. കൈപ്പുണ്യം എന്ന് പറഞ്ഞതേ കൈ പ്രയോഗിക്കണം. ആടട്ടെ, നീ സമാധാനപ്പെട്. രക്ഷപ്പെട്ടു. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇവർക്ക് എന്തൊക്കെയോ പറയാനുണ്ട് കേട്ടാ, നമുക്കിതില് റോളൊന്നുമില്ല. സാധാരണ ധന്യ ബെഡിന്റെ ബിസിനസ്സിന് ഇത് തന്നെയാണ് കേട്ടോ, എൻ്റെ ഫ്രണ്ട് ധന്യ ബെഡിന്റെ ബിസിനസ്സിൽ ഓഫർ കൊടുക്കാറുള്ളത് ഓണത്തിനാണല്ലോ. പിന്നെ 2, 3, 4 കൊല്ലൊക്കെ നമ്മളിങ്ങനെ എല്ലാ ഓണത്തിനും ഓഫറുകളായിട്ട് വരുന്നു. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നി ഓണത്തിന് മാത്രം ഓഫർ കൊടുത്താൽ പോരാ, ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടിയിട്ട് ഒരു ഓഫർ ഇടാന്ന് വിചാരിച്ചു. ഓഫർ നല്ല ഓഫറായിട്ട് ഇട്ടിട്ടുണ്ട്. നമ്മള് ഓണത്തിന് നമ്മള് കറക്റ്റ് ഒരു 1.5 മാസമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ബുക്ക് ചെയ്യാനും ഒരു ടൈം വളരെ കുറവായിരുന്നു. 1.5 മാസമൊക്കെ ഇട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ കുറെ പേര് ഡിസംബറിലും ജനുവരിയിലും ഒക്കെ ആവശ്യക്കാരുണ്ടായിരുന്നു. ശരിയാ. അപ്പൊ അവർക്കൊന്നും നമ്മുടെ ഓഫർ കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് തോന്നി ഒരു ചെറിയൊരു ഓഫർ ക്രിസ്മസിനും ന്യൂ ഇയറിനും കൂടിയിട്ട് ചെയ്യാന്ന്. ആ ഓഫറാണ് ഇപ്പൊ കാണിച്ചു തരാൻ പോണത് കേട്ടാ. ഓണത്തിന് മാത്രല്ലല്ലോ ആളുകള് വീട് ഹൗസ് വാമിങ് ഉണ്ടാവാ, അല്ലെ കല്യാണങ്ങൾ ഉണ്ടാവാ. ഈ സമയത്തും ഉണ്ടാവല്ലോ, ജനുവരിയില് കല്യാണങ്ങൾ. ഇപ്പൊ നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ ക്രിസ്ത്യൻസിന്റെ കല്യാണങ്ങൾ ഉണ്ടാവും, പരിപാടികൾ ഉണ്ടാവും, പിന്നെ ഹൗസ് വാമിങ്ങൾ ഉണ്ടാവും. അപ്പോ അതിനും കൂടി ഒരു ഉപകാരം ആയിക്കോട്ടെ അങ്ങനെയുള്ളവർക്കും കൂടി. ഇപ്പോഴും ഓണത്തിന് മാത്രം കൊടുത്താൽ ശരിയാവില്ല. അപ്പൊ നല്ലൊരു ഓഫറാണ് നമ്മൾ ഇട്ടിരിക്കണേ, അത് കാണിച്ചു തരാം. അപ്പൊ കമ്പനിയിലേക്ക് നമ്മൾ കയറാണ്. ആദ്യം തന്നെ നമ്മൾ ബെഡുകളുടെ പല വെറൈറ്റികൾ ഉണ്ട് ഇവിടെ, അതെല്ലാതും കാണിക്കാറുണ്ട്. ഇനിയിപ്പോൾ അത് കാണിക്കണില്ലേ, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 മാസമായിട്ടുള്ളൂ. ഓണത്തിന്റെ സമയത്ത് നമ്മൾ ഇതൊക്കെ വിശദീകരിച്ച് കാണിച്ചിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളവർക്ക്, ഏതൊക്കെ തരം ബെഡ് ഇവിടെ ഉണ്ട് എന്നറിയണം എന്നുള്ളവർക്ക് ആ വീഡിയോന്റെ ലിങ്ക് വേണേൽ നമ്മൾ തരാം, അതിൽ കണ്ടാൽ മതി. നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട്, നമ്മുടെ നമ്പറും കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് ചോദിച്ചാൽ മതി, നമ്മള് ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ശരിക്കും എത്ര രൂപ ഏറ്റവും വില കുറവിന്റെ ബെഡ് ഇവിടെ? ഏറ്റവും വില കുറവ് നമ്മൾ സിംഗിളിന്റെ റേറ്റ് ആണ് പറയണേ കേട്ടോ. സിംഗിള് നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് വാറണ്ടി ഇല്ലാത്ത റേറ്റ് ആണെങ്കിൽ 4000 രൂപ തൊട്ട് തുടങ്ങുന്നുണ്ട്. കിങ് സൈസ് ഏറ്റവും പ്രീമിയം ക്വാളിറ്റി ലാറ്റക്സ് ആണ് വരുന്നത്. അതിന് 38,000 രൂപ വരും റേറ്റ്. 4000 രൂപ തൊട്ട് 38,000 രൂപയാണ് നമ്മുടെ പ്രീമിയം ക്വാളിറ്റിയുടെ റേറ്റ്. അതിന്റെ ഏറ്റവും കുറവിന്റെ കേട്ടാ, അതാണ് പ്രൈസ് റേഞ്ച് കേട്ടോ. അതിന്റെ ഇടയിലുള്ള ബെഡുകളാണ് ഇവിടെ ഉള്ളത്. നമുക്ക് നോക്കി കണ്ട് നമുക്ക് തന്നെ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കാന്നുള്ളതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. നമ്മൾ എടുത്തു പോവല്ല, നമുക്ക് നോക്കി നിന്ന് അത് വാങ്ങിക്കാം. പിന്നെ എന്നിട്ട് പിന്നെ ചെയ്യാൻ പോണ ഓഫറുകളല്ല പറയാം. ഓഫറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് വെറൈറ്റി ആണ്. എനിക്കൊക്കെ വെറൈറ്റി ചെയ്യാൻ ആഗ്രഹം. ആരും കൊടുക്കാത്തത് കൊടുക്കണം. ഞാൻ കൊടുത്തു തുടങ്ങുമ്പോഴാണ് പിന്നെയുള്ളവരത് കൊടുത്തു തുടങ്ങുള്ളൂ. അപ്പൊ നമ്മൾ ഫസ്റ്റ് എങ്ങനെ കൊടുക്കണം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതില് ബെഡ്ഷീറ്റ് ഉണ്ട്, പില്ലോ ഉണ്ട്, പില്ലോ കവർ, ബെഡ്ഷീറ്റ്, പിന്നെ കംഫർട്ട് എന്ന് പറഞ്ഞാൽ ആരും ചെയ്തിട്ടില്ല. നമ്മള് ബെഡ്ഷീറ്റിന്റെ പോലെ തന്നെ സെയിം ആയിട്ടാ പുതപ്പ്. ഇതില് ബെഡ്ഷീറ്റ്, ഇതിന്റെ ഉള്ളിൽ തന്നെ പില്ലോ കവർ ഉണ്ടാവും. ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ആ സെയിം തന്നെ കംഫർട്ടർ. ഇത് ഗംഭീര ഓഫറാണല്ലോ. നല്ല റേറ്റുള്ള ഐറ്റം, നല്ല തുണി കൊണ്ടാണ് നമ്മൾ ചെയ്തിരിക്കണേ. ഇപ്പൊ ഇത് നമുക്ക് കിടക്കാൻ ഉപയോഗിക്കാം, നിലത്തിട്ട് കിടക്കാൻ, പായൊക്കെ ഇട്ടുണ്ടെങ്കിൽ അതിലിട്ടിട്ട് വിരിച്ചിട്ട് കിടക്കാം. പിന്നെ ഇത് ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുകാൻ ഭയങ്കര സുഖ. ഇതിന്റെ ഉള്ളിൽ റെക്രോൺ എന്ന് പറഞ്ഞ റൈറ്റാണ് നിറച്ചിരിക്കണത്. വാഷ് ചെയ്യാൻ നല്ല സുഖം, പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്യും നമുക്ക്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു ക്വാളിറ്റി. പിന്നെ ഇട്ട് കിടക്കണ കാണാനും നല്ല ഭംഗിയായിരിക്കും. എല്ലാതും സെയിം ആയിട്ടാ വരണേ. ബെഡ്ഷീറ്റും പില്ലോ കവറും ഇതും ഒരുപോലത്തെ തുണിയായ കാരണം ഞാനിത് ആദ്യമൊക്കെ നമ്മള് ബെഡ്ഷീറ്റ് മേടിക്കാൻ പോകുമ്പോ നമ്മള് ബെഡ്ഷീറ്റിന്റെ നമുക്ക് ഇങ്ങനെ ചട്ട പോലെ ഉണ്ടാവില്ലേ പാക്കറ്റ്, അതുമല്ലേ നമ്മള് ബെഡ്ഷീറ്റിന്റെ ഡിസൈൻ കാണുമ്പോ ഇങ്ങനെ വിരിച്ചിട്ടുണ്ടാവും ഒരേപോലത്തെ. അപ്പൊ ആദ്യമേ തൊട്ട് എനിക്കിത് ഭയങ്കര കൊതിയായിരുന്നു, ഇങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടം, ഇങ്ങനെ തന്നെ സെയിം പുതപ്പേ. പക്ഷെ നമ്മൾക്ക് അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ കിടക്കാൻ വേണ്ടി ഇട്ട വഴിക്കൊക്കെ ഇങ്ങനെ ആ ബെഡ്ഷീറ്റ് മേടിക്കാൻ പോകുമ്പോ എപ്പോഴും ഞാൻ അങ്ങനെ കാണാറുണ്ട്. അപ്പൊ എന്റെ വിചാരം ആ പാക്കറ്റിന്റെ ഉള്ളിൽ അതും കൂടി ഉണ്ടാവുന്ന, പക്ഷെ ബെഡ്ഷീറ്റ് മാത്രമേ ഉണ്ടാവാറുള്ള പില്ലോ കവറും. അപ്പൊ ഈ സംഭവം അത് കാരണം കൊണ്ട് കൂടിയാണ് ഞാൻ ആദ്യം കുറെ ചോദിച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ കിടക്കി കമ്പനി തുടങ്ങിയപ്പോ നമ്മൾ ഫോം വാങ്ങിക്കുന്നിടത്തുനിന്നാണ് നമുക്ക് ഇങ്ങനൊരു സാധനം കിട്ടിയത്. അന്ന് ഞാൻ 3800 രൂപയാണ് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചിരിക്കുന്നത്. കുറച്ചും കൂടി റെക്രോൺ ഫില്ലിങ് ഉണ്ട് അതില്.
3800 രൂപയായിട്ടുണ്ട് ആ സെയിം പുതപ്പ് അന്ന് വാങ്ങിക്കുമ്പോ ഒരു 10 കൊല്ലൊക്കെ മുന്നേ. അപ്പൊ എനിക്ക് തോന്നി എന്റെ പോലെ ആഗ്രഹിക്കണ ഒരുപാട് വീട്ടമ്മമാരൊക്കെ ഉണ്ടാവും എന്തായാലും. അപ്പൊ ഇപ്രാവശ്യം നമ്മള് ക്രിസ്മസ് ന്യൂ ഇയർ ആയിട്ട് ചെയ്യാൻ പോണത് ഇതാണ്. അപ്പൊ ഈ ബെഡ്ഷീറ്റ് ഇത് ശരിക്കും കാണാൻ വേണ്ടി വിരിച്ചിട്ടതാ. അതിന്റെ പില്ലോ കവർ 2 പിന്നെ ഷീറ്റ്, കംഫർട്ട്. നല്ല ഭംഗിയല്ലേ ഇത് കാണാനായിട്ട്. അപ്പൊ നമ്മുടെ ഇങ്ങനെയല്ല കൊറേ മോഡലുകൾ അല്ല കൊറേ ടൈപ്പ് ഉണ്ട്, പല കളറുകൾ, നല്ല കളറുണ്ട്. ഓരോ സൈസിനനുസരിച്ചാണ് ഇതൊക്കെ വരാട്ടോ. കംഫർട്ട് സിംഗിളിനാകുമ്പോ ഇത്രയും വലിയ നമ്മൾ ഒരാൾക്ക് എടുക്കണ പുതയ്ക്കാനുള്ള രൂപത്തിലായിരിക്കും. കിങ് സൈസിനാകുമ്പോ ഇതിനേക്കാളും വലുതാവും. ഇത് ക്യൂൺ സൈസ് അങ്ങടാ. ക്യൂൺ സൈസിന് ഈ സൈസ്, കിങ് സൈസിന് ഇതിനും വലുതാവും. ഓരോ സൈസിനനുസരിച്ച്. ഡബിളിനാണെങ്കിൽ ഇത് നമ്മുടെ പ്രീമിയം ക്വാളിറ്റി ബെഡുകൾക്ക് മാത്രമാണ് നമ്മളിത് ഫ്രീ കൊടുക്കണത്. കംഫർട്ട്, ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ഇത്രയും ഐറ്റംസ് നമ്മുടെ 10 വർഷം വാറന്റി ഉള്ള ബെഡുകൾക്കാണ് നമ്മൾ ഇത് കൊടുക്കണേ. പിന്നെ നമുക്ക് സാധാരണ ബെഡുകളുണ്ട്, നോർമൽ ക്വാളിറ്റി ബെഡ് ഉണ്ട്. അതിനൊക്കെ നമ്മൾ കൊടുക്കണത് ബെഡ്ഷീറ്റും പില്ലോ കവറും. കംഫർട്ട് ഉണ്ടാവില്ല. പില്ലോ നമ്മളെ ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഉള്ള പില്ലോകളാണ് നമ്മൾ കൊടുക്കണേ. ഇത് മുന്നിൽ കാണിച്ചിട്ടുണ്ട്. പ്രീമിയം ക്വാളിറ്റി ബെഡുകൾക്കൊക്കെ നമ്മള് റെക്കറോണ്ട് ഈ പില്ലോ പാക്കറ്റ് പൊട്ടിക്കുമ്പോ വീർത്ത് വരും. ഇതുണ്ടല്ലോ ഇപ്പൊ ഈ വിരിച്ചു കിടക്കണത് കണ്ട അതിന്റെ വലിപ്പം. ഇത് ഡബിളിന്റെ ആട്ടാ. ഡബിൾ എന്ന് പറഞ്ഞാൽ 4 അടിയുടെ ബെഡിന്റെ കൂടെ കിട്ടുന്ന സാധനമാണ് ഈ ഇത്രയും വലുത്. അപ്പൊ കിങ്ങും ക്യൂനൊക്കെ എത്ര വലുതാവും ഞാൻ ആലോചിക്കണേ. ഉണ്ടാ ഭയങ്കര വലുതാ. 4 അടിക്ക് തന്നെ അത്യാവശ്യം ഡബിള് 2 പേർക്ക് എടുക്കണ കട്ടിലിന്റെ അളവാണ് ഈ കാണുന്നത്. പുതപ്പ് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വിരിച്ചു കിടക്കാനുള്ള. ഇനിയിപ്പൊ മഞ്ഞുകാലാണ് വേണ്ടി ഇത് കണക്കാക്കിട്ട് ആരും കൊടുക്കാത്തത് ചെയ്യണം. അത് വെറൈറ്റി ഉള്ള സാധനങ്ങൾ ചെയ്യണം. എപ്പോഴും നമ്മൾ കൊടുത്തോണ്ടിരുന്നത് ശരിയാവില്ലല്ലോ. പിന്നെ ഞങ്ങള് പില്ലോ ആദ്യം നോർമൽ ക്വാളിറ്റിക്കൊക്കെ നമ്മുടെ ഫോമിന്റെ വേസ്റ്റ് അങ്ങനത്തെ ഒക്കെ നമ്മൾ പൊടിപ്പിച്ചിട്ടാണ് കൊടുത്തിരുന്നത്. അപ്പൊ കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ളത് കൊടുക്കാന്ന് തോന്നി. പില്ലോക്ക് എല്ലാവരും ഇങ്ങനെ അത്രയ്ക്ക് സുഖമില്ല എന്ന് പറയണു. അപ്പൊ നമ്മള് അതന്നെ ഈ റെക്രോൺ തന്നെ കുറച്ച് അളവ് സൈസ് ഇത്തിരി കുറവാ. ഇതിന്റെ പ്രീമിയം ക്വാളിറ്റിയിൽ അത്ര വലിപ്പം ഉണ്ടാവില്ല, ഇത്തിരി ചെറുതാ. ഇങ്ങനത്തെ പില്ലോയാണ് നമ്മൾ സാധാരണ ബെഡുകൾക്ക് ഫ്രീ കൊടുക്കണത്. പിന്നെ 10 വർഷം വാറന്റി ഉള്ള ഐറ്റത്തിനാണ് കംഫർട്ട് ഉണ്ടാവുള്ളൂ. ബാക്കി പില്ലോ കവർ ഉണ്ടാവും, എല്ലാത്തിനും ഉണ്ടാവും. ബെഡ്ഷീറ്റും പില്ലോ കവറും ഉണ്ടാവും. കംഫർട്ട് മാത്രം നമ്മുടെ പ്രീമിയം ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ 10 ഇയർ തൊട്ട് തുടങ്ങണ ബെഡുകൾക്ക് കംഫർട്ടും കൂടെ ഉണ്ടാവും. മറ്റേ പ്രൊട്ടക്ടർ ഉണ്ടായിരുന്നത് വേണ്ടെന്ന് വെച്ച് കംഫർട്ടാക്കി പകരം. ഇനി അതുപോലെ കുറെ മോഡൽ ഇതൊന്നും നിവർത്തി കാണിക്കില്ല കേട്ടാ. നല്ല ഭംഗിയുള്ള ഇത് നമ്മളിപ്പോ പുതിയത് ഇറക്കിയിട്ടുള്ളതാട്ടാ. നമ്മൾ ആദ്യം കാണിക്കുമ്പോ ഇങ്ങനത്തെ ഈ പില്ലോ ഒന്നും കാണിച്ചിട്ടില്ല. പഞ്ഞിത്തലോണ പ്യുവർ പഞ്ഞി. കൊറേ പേര് ചോദിച്ചിരുന്നു ഞങ്ങളുടെ അടുത്ത് പഞ്ഞിത്തലോണ. പ്രായമായവർക്കൊക്കെ പ്രത്യേകിച്ച് അതിന്റെ തുണിയും കോട്ടൺ തന്നെയാണ്. നല്ല പഞ്ഞി. ഇത് കുറച്ച് നാള് കിടന്നുമ്പോ ഇങ്ങനെ കുഴിഞ്ഞ പോലെ ആണെങ്കിലും വെയിലത്തിട്ട് കഴിഞ്ഞാൽ നന്നായി ശരിയാ. പണ്ട് കിടക്കകള് വെയിലത്തിടും. അതെ, പഞ്ഞിത്തലോണ ആവശ്യമുള്ളവർക്ക് നമുക്ക് ഇവിടെ ഇത് ഫ്രീ കൊടുക്കണതല്ല. വേണമെന്നുള്ളവര് പൈസ കൊടുത്ത് വാങ്ങിക്കാം. 800 രൂപയാണ് ഇതിന്റെ വിലയുണ്ട്. ഒറിജിനൽ പഞ്ഞിയാണ് കേട്ടാ. ഇത്രയാണ് ഓഫർ നമ്മുടെ ക്രിസ്മസ്. പിന്നെ ഇത് ഓഫർ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. ഇനിയിപ്പോ ഡിസംബർ ജനുവരിയും കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് ഫെബ്രുവരി തൊട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് അന്ന് തൊട്ടുണ്ട്. അന്ന് തൊട്ട് നമ്മള് ജനുവരി ഫുള്ളും പിന്നെ ഫെബ്രുവരി മാർച്ചിലേക്ക് വേണ്ടവർക്ക് ബുക്ക് ചെയ്യാൻ. മാർച്ച് വരെ നമ്മൾ ഇടുന്നുണ്ട്. പക്ഷെ ബുക്കിംഗ് ഉള്ളവർക്ക് മാത്രമേ കൊടുക്കുള്ളൂ. മാർച്ച് വരെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മാർച്ച് വരെ ഈ ഓഫർ കൊടുക്കും. അപ്പൊ കുറച്ച് കൂടുതൽ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഉണ്ടാവാറുള്ളത്. ഒരു 3 മാസം അല്ല അല്ലേ? ബുക്ക് ചെയ്തിടണം. അഡ്വാൻസ് പേയ്മെന്റ് ഒന്ന് ബുക്ക് ചെയ്തിടണം. ബുക്ക് ചെയ്തിട്ടവർക്ക് നമ്മള് ഫെബ്രുവരി മാർച്ചിൽ നമ്മൾ ഈ ഓഫർ കൊടുക്കും. കുറെ മോഡലുകൾ ഉണ്ട് കേട്ടോ. അല്ല ലൈറ്റ് കളറാ എന്തായാലും നന്നായി. എനിക്ക് ഡാർക്ക് ഇഷ്ടമല്ല, ലൈറ്റ് ഷെയ്ഡ് തന്നെ ഇഷ്ടമാണ്. അപ്പൊ ഓഫർ കേട്ടില്ലേ? ഇന്ന് തൊട്ട് തന്നെ ബുക്ക് ചെയ്ത് തുടങ്ങിക്കോ, വിളിച്ചു തുടങ്ങിക്കോ. സമയം പറഞ്ഞ സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ. ഞായറാഴ്ച മുടക്കാണ് കേട്ടാ. ഞായറാഴ്ച ദിവസം വിളിച്ചാൽ കിട്ടില്ല, ഫോൺ ഓഫ് ആയിരിക്കും. 9:30 രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെ വിളിക്കാം. അപ്പൊ ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. ഇനി നമുക്കൊരു ബെഡ് അടിക്കണ കണ്ടിട്ട് പോവാം. ഇപ്പൊ നമ്മൾ വിളിച്ചിട്ട് കിട്ടിയില്ല എന്നേക്ക് ചിലപ്പോൾ വേറെ കോളിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും കസ്റ്റമർ നമ്മൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്തൊന്നും ചിലപ്പോൾ നമുക്ക് കോൾ എടുക്കാൻ പറ്റില്ല. അങ്ങനെ കിട്ടാതെ വരുന്നവർക്ക് നമ്മൾ വാട്സപ്പ് നമ്പർ കൊടുക്കേണ്ട വീഡിയോയില്. ആ നമ്പറിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി കേട്ടാ. തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കും. 6 മണിക്ക് ശേഷമായാലും ഞങ്ങൾ വാട്സപ്പിൽ റിപ്ലൈ തരാനാണ് ഇരിക്കുന്നത്. തീർച്ചയായിട്ടും റിപ്ലൈ തന്നിരിക്കും.
നമ്മൾ ഓർത്തോ ബെഡാണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. നമ്മുടെ 6 ഇഞ്ച് ബെഡാണ് സ്റ്റിച്ച് ചെയ്യണേ. അടിയിൽ ഓർത്തോ ഫോം, മുകളിൽ സോഫ്റ്റ് 2 ഇഞ്ച് കനത്തിൽ. 6 ഇഞ്ചാണ് ബെഡ്. നമുക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഫിനിഷിങ്ങിൽ ഒരു 7 ഇഞ്ച് കനം ഉണ്ടാവും. ഇത് കിങ് സൈസ് ആണ് ഇപ്പോൾ തയ്ക്കണത് കേട്ടോ. കിങ് സൈസ് നമുക്ക് ഏറ്റവും കൂടുതൽ സെയിലുള്ള ബെഡാണിത്. സൂപ്പർ സോഫ്റ്റ് 2 ഇഞ്ച് മുകളിലും അടിയിൽ ഓർത്തോ ഫോമും. ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ള ബെഡാണ്. 10 ഇയർ ആണ് ഇതിൻ്റെ വാറണ്ടി. എടുക്കണ സൈഡ് സോഫ്റ്റ് ആയിരിക്കും, ബാക്ക് സൈഡ് നല്ല ഹാർഡായിരിക്കും. അപ്പോൾ ബെഡ് തയ്ച്ച് കഴിഞ്ഞു. അടിപൊളി വൈറ്റ് കിങ് സൈസ് ആണ്. 6 ഇഞ്ചാണ് ബെഡ്. ഇത് ഫിനിഷിങ്ങിൽ നമുക്കൊരു 7 ഇഞ്ച് കനൊക്കെ കിട്ടുന്നത്. അതന്നെ 7 ഇഞ്ച് ഉണ്ട്. ഒരടി ഹൈറ്റ് ഒക്കെ ഉള്ള കട്ടിലുമിനിക്ക് 8 ഇഞ്ചൊക്കെ ബെഡ് ഇടണമെന്ന് പറയണവര് നമ്മളെ ഈ 7 ഇഞ്ച് ഇട്ടാലും മതി. 20,000 ഇതിന്റെ റേറ്റ് വരണേ. ഈ ഓഫർ നമ്മള് ജനുവരി ലാസ്റ്റ്, ജനുവരി 31 ജനുവരി 31 വരെ നമുക്ക് ബുക്ക് ചെയ്യാം. ബുക്ക് ചെയ്ത് ജനുവരി 31 ഉള്ളിൽ ബുക്ക് ചെയ്യണവർക്ക് നമ്മള് ഫെബ്രുവരി മാർച്ചിലായിട്ട് ഈ ഓഫർ, ഇപ്പം മാർച്ച് വരെ വേണ്ടവർക്ക് ജനുവരി 31 ഉള്ളിൽ ബുക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ ഓഫർ കൊടുക്കും. പിന്നെ ഡെലിവറിയുടെ കാര്യം, ഡെലിവറി തൃശ്ശൂർ ജില്ലയിലുള്ളവർക്കൊക്കെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കും. ഫ്രീ ആണ്. പിന്നെ കേരളം മൊത്തം നമ്മൾ പാഴ്സൽ അയക്കുക ചെയ്യാം. പാഴ്സൽ ചാർജും ഇവർ തന്നെ കൊടുക്കും. പാഴ്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പോ അവരെ അഡ്രസ്സ് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടുത്തുള്ള APSലേക്കാണ് നമ്മൾ അയക്കുക. ആലപ്പി പാഴ്സൽ സർവീസ്. അത് അവരെ അഡ്രസ്സിനടുത്ത് എവിടെയാണോ ഉള്ളത് അവിടേക്കാണ് നമ്മൾ അയക്കുക. അവിടെ നിന്ന് അവര് കളക്ട് ചെയ്യേണ്ടി വരും കേട്ടാ. ആ ചെറിയൊരു ചാർജ് ചിലപ്പോൾ അവിടെ വരെ എത്തിക്കും. ആ ചാർജ് നമ്മൾ കൊടുക്കും. അവിടെ നിന്ന് നിങ്ങൾ കളക്ട് ചെയ്യണ ചാർജ് ചിലപ്പോൾ 10, 100, 150 അങ്ങനെ വണ്ടി കാശ് വരും, കൊടുക്കേണ്ടി വരും. അപ്പൊ അങ്ങനെ കേരളം മൊത്തം അയച്ചു തരും. ഇനിയിപ്പോ കേരളത്തിന് പുറത്തുള്ളവർക്ക് ഇന്ത്യ മൊത്തം വേണേ അയച്ചു കൊടുക്കും. പക്ഷെ അത് പാഴ്സൽ ചാർജ് എക്സ്ട്രാ വരും. ആ ചാർജ് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പൊ എല്ലാ സംശയങ്ങളും തീർന്നു. ഇനി എന്ത് സംശയം ഉണ്ടെങ്കിലും ഇവിടെ തന്നിട്ടുള്ള നമ്പറിൽ വിളിച്ചു ചോദിച്ചാൽ മതി കേട്ടോ. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. നിങ്ങൾക്ക് അറിയാലോ, വീഡിയോ കാണുമ്പോൾ കുറെ പേര് ഒരുമിച്ച് വിളിക്കുമ്പോൾ കിട്ടില്ല. അല്ലാണ്ട് ഇവര് കരുതി കൂട്ടി ഫോൺ എടുക്കാണ്ടിരിക്കണതല്ലോ. നമുക്ക് ഈ സാധനം ചെലവാവാനും ഇത് ഓഫർ കൊടുക്കണത് വീഡിയോ ഇടണത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ കരുതി കൂട്ടി കോൾ എടുക്കാണ്ടിരിക്കില്ലല്ലോ. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ 6 മണിക്ക് ശേഷം ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിൽ മെസ്സേജ് കൊടുക്കാനാണ് റിപ്ലൈ കൊടുക്കും. അതെ, വിളിക്കേണ്ട സമയം പ്രത്യേകം പറയണു 9:30 മുതൽ 6 മണി വരെ. ഞായർ മുടക്കടക്ക്. കമ്പനിന്ന് 2 അടിയുള്ളോട്ടാ ധന്യയുടെ വീട്ടിലേക്ക്. ഇപ്പൊ ധന്യയുടെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ധന്യ നമ്മളെ അടുത്ത് ഫുഡ് കഴിച്ചിട്ട് പോയാൽ മതി എന്നാ പറയണത്. ധന്യ നമുക്ക് എന്തൊക്കെയോ ഒരുക്കിയിട്ടുണ്ട്. കാര്യമായിട്ടൊന്നുമില്ല. നല്ല ഒരു എന്റർപ്രന്യൂർ മാത്രല്ല, നല്ലൊരു പാചകക്കാരി കൂടിയാണ് ധന്യ. നോക്കുമ്പോ അറിയാം. അപ്പൊ അവൾ എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് വേറൊരു സാധനം പിന്നെ ചെയ്യാൻ പോണുള്ളൂ. ചെറുതായിട്ട് ചെറിയ എന്തിട്ട് ഒരു പച്ച ചിക്കൻ, പച്ച കളറുള്ള ചിക്കൻ. പച്ച കളറുള്ള ഒരു ചിക്കൻ. പച്ചയാണ്, അത് എന്ത് കളറാന്നുള്ളത് പറയാ. പച്ച കളർ തന്നെ, പച്ച കളർ തന്നെ. അപ്പൊ അത് ഉണ്ടാക്കാൻ പോവാ. അപ്പൊ അതൊന്ന് കാണിച്ചു പെട്ടെന്ന് കഴിയൂട്ടാ. അപ്പൊ അത് വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പിള്ളേര് ഭയങ്കര ടേസ്റ്റ് ആന്ന് പറയാം. അപ്പൊ അതൊന്ന് കാണിച്ചു തരും ചെയ്യാം. ധന്യ ഭയങ്കര ടെൻഷനിലാണ്, പേടിച്ച് വിറങ്ങല്ലി ചേട്ടാ നിക്കണേന്ന്. എനിക്കറിയില്ല ഈ കുക്കിംഗ് ഒക്കെ പറഞ്ഞിട്ട് ചെയ്യാൻ. പറയണ്ട, ഞാൻ പറഞ്ഞോളാം. അപ്പൊ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ചിക്കൻ, പിന്നെ മാരിനേറ്റ് ചെയ്യണം. അതിപ്പോ ഇത് ഇത്രയ്ക്കുണ്ട്. ഇതിപ്പോ ഒരു 1-1.5 കിലോ ഉണ്ടാവും വിചാരിക്കണം. ഇതിൽ എന്തുട്ടേക്ക് ചേർക്കണ്ടേ? ഇതില് ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്തോ. ഞാൻ ഇടട്ടെ? നീട്ടോ. പുളിയില്ലാത്ത കട്ട തൈര് മതി. പിന്നെ എന്തിട്ട് വേണ്ട? മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി, കളർ അല്ലെങ്കിൽ പച്ചവെളി, മഞ്ഞൾ, പിന്നെ 2 ഉപ്പ്, പിന്നെ ഉപ്പ്. കല്ലുപ്പ് മാത്രം തന്നെ ഇല്ല. ഞാൻ കല്ലുപ്പാണ് ഇടുക. തൈറോയിഡുകാര് അധികം പൊടിപ്പ് ഇടാൻ പാടില്ല എന്ന് പറയാ. തൈറോയിഡ് ഉണ്ടല്ലേ? നല്ലോണം ഉണ്ട്. ഇനി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അതെന്താ വേണമെന്ന് പറയിട്ടാ. ധന്യ വാങ്ങിച്ചു മതി. ഇഞ്ചി എടുക്കുന്നത്. വെളുത്തുള്ളി കേട്ടോ. ഇത് വെളുത്തുള്ളി, വെളുത്തുള്ളി. പക്ഷെ കളർ ഇഞ്ചിയുടെ പോലെ അല്ലേ. ഇനി വേണ്ടത് ഇഞ്ചി. മതി. ഈ ഐറ്റംസ് മഞ്ഞൾപ്പൊടി ഇട്ടു, തൈര് ഇട്ടു, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു. 2 വേപ്പിൻ്റെ അരി ഇട്ടോ. പരട്ടി വെക്കുക. കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഇട്ട് വെച്ചാൽ മതി. അപ്പോഴേക്കും നമുക്ക് മറ്റേ ബാക്കി സാധനം തയ്യാറാക്കാം.
ഞാൻ സ്പൂൺ കൊണ്ടൊന്നും ഇട്ടിട്ട് പറ്റണില്ല കേട്ടോ. എൻ്റെ കൈ തന്നെ ഇവിടെ പ്രയോഗിക്കാറ്, അതന്നെ ഞാൻ പ്രയോഗിക്കണ്. കൈപ്പുണ്യം എന്ന് പറഞ്ഞതേ കൈ പ്രയോഗിക്കണം. സ്പൂൺ ഇട്ട് കാണിച്ചാൽ ശരിയല്ലേ. ഞങ്ങളുടെ പറ്റയ്ക്ക് അദ്ദേഹം പുളിയില്ലാത്ത തരല്ലേ. ഒരു സാധനം കൂടി ഇടണ്ടായിരുന്നു ഇതിൽ. പറഞ്ഞോ. കുരുമുളക് പൊടി. കുരുമുളക് പൊടി എവിടെ ഇരിക്കുന്നു? ഞാൻ അടുത്തരാം. കുഴപ്പമില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ മറക്കുന്നു ഞാനിങ്ങനെ. കുറച്ച് കുരുമുളക് പൊടി കൂടി വേണം കേട്ടാ, കുറച്ച് മതി. മതിയോ? തുണ്ടുകൂടി കേട്ടോ, മതി. നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇത്രയും ഐറ്റംസ്. അതന്നെ അങ്ങനെ പൊത്തി വെച്ചു. അപ്പം ഇത് ഇങ്ങനെ ആക്കി പൊത്തി ഇങ്ങനെ വെച്ചു കേട്ടാ. ഒരു 10 മിനിറ്റ് സമയം ഇതിവിടെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇതിലൊരു അരപ്പ് തയ്യാറാക്കണം നമുക്ക്. വേറെ പണിയൊന്നും ഇല്ല, ഈ ഒരു അരപ്പിന്റെ പണി മാത്രമേ ഉള്ളൂ. പിന്നെ ദേ ഈ സബോള, 2 ചെറിയ സബോള അരിഞ്ഞത്, ഒരു തക്കാളി, ഒരു വലിയ തക്കാളി അരിഞ്ഞത്, അണ്ടിപ്പരിപ്പ്. അധികം ഉണ്ട് കേട്ടോ, അതേ ഗ്രേവിക്ക് ഇത്തിരി തിക്കാവാൻ വേണ്ടിട്ടാ. പിന്നെ കുറച്ച് ഒരു 1/4 ടീസ്പൂൺ ഉണ്ടാവുള്ളത് കുരുമുളക്, പിന്നെ ജീരകം, ഒരു ചെറിയ ജീരകം, നല്ല ജീരകം, പിന്നെ കുറച്ച് നാളികേരം. പിന്നെ ദേ ഞാൻ എരിവിന്, എൻ്റെ പിള്ളേർക്ക് അധികം എരിവ് ഇഷ്ടമല്ല ഇങ്ങനത്തെ പൊറോട്ടയും ചപ്പാത്തിക്കുള്ള കറിക്ക്. അത് കാരണം ഞാൻ കുറച്ച് ചൂന്യമുളകും 2 പച്ചമുളകും, പിന്നെ ദേ കുറച്ച് വേപ്പിൻ്റെ ഇലയും ഇതൊക്കെയും കൂടിയിട്ട് നമ്മൾ അരച്ചെടുക്കും. ഇതാണ് അരപ്പ്. ഇത് അരക്കട്ടെ കേട്ടാ. അടുത്തായിട്ട് അടുപ്പത്ത് തീ കത്തിച്ചു എന്നല്ല, തീ കത്തിച്ചു. അരച്ചു കൊണ്ടുവന്നു കേട്ടാ. നമ്മൾ നേരത്തെ അരയ്ക്കാൻ കൊണ്ടുപോയിണ്ടായിരുന്ന സാധനം, അരച്ച സാധനമാണ് ഇത്. നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചിട്ടുണ്ട്. ഇനി അത് ചൂടാവട്ടെ. ദോശയില ചിക്കൻ ദോശ ചട്നിയാ. വെഗു ഇത്ര നേരമായിട്ട് വീഡിയോയിൽ വന്നിട്ടില്ല. ഇവിടെ നിന്നോ, കുറച്ച് സമയം നിന്നോ, കുഴപ്പമില്ല. ഇനി ജഗ്ഗുവാണ് ഇനി ഇവിടെ നിന്ന് അവതരിപ്പിക്കാൻ പോലെ. ചൂടാവുണ്ടോന്ന് വേണമെങ്കിൽ തൊട്ടുക്കി ഉള്ളിൽ കൈകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചുട്ടാ. വെളിച്ചെണ്ണ ചൂടായി. തീ ഇത്തിരി വേണമെങ്കിൽ കുറച്ചു. അതിലേക്ക് 2-3 വറ്റൽമുളക് പൊട്ടിച്ചങ്ങോട്ട് ഇടണം. ചെടിക്കണ്ട, ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. സവോള, 2 ചെറിയ സവോള അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, അതിലേക്ക് ഇട്ടു. ഇതാണോ നീ ഇവിടെ തയ്യാറാക്കി വെച്ചേക്കണത്? എന്നിട്ട് സാധനങ്ങള് വേറെ കറികള്, ബീട്രൂട്ട് ഉപ്പേരി, മെഴുക്ക് പുരട്ടി എന്ന് പറയും. പിന്നെ ഇതെന്ത് കറിയാ? തക്കാളി മാങ്ങയും കൂട്ടാൻ. ഇത് ബീഫ് നാളികേരക്കൊത്തിട്ട് വരട്ടിയത്. ഇതൊക്കെ തന്നെ രാവിലെ തന്നെ ഉണ്ടാക്കി വെച്ചു അല്ലേ? കൂട്ടണത് കത്തി കൂട്ടണോ കുറയ്ക്കണോ? എനിക്കിപ്പോ കൂട്ടിയാ മതി. കൂട്ടിയുണ്ട്. പുള്ളിലല്ലേ ഇങ്ങനെ. സവോള ഒന്ന് ചെറുതായിട്ട് വാടാം. ഞാൻ ലേശം പൊടിപ്പിട്ട് കൊടുക്കുന്നുണ്ട് അതില് വേഗം വാടാൻ വേണ്ടിട്ട്. നീ പൊടിപ്പ് ഉപയോഗിക്കാറില്ല? തുണ്ടിട്ടെടുക്കണേലൊക്കെ നമുക്ക് ഇടാം. കല്ലിപ്പ് നമ്മൾ അധികം ഇടണേല് കല്ലിപ്പ് കൊണ്ട് ഇടുക. ലേശം സവോള വാടാനുള്ള എപ്പൊ കൊണ്ടുവന്നിട്ടു? എവിടെ പൊടിപ്പിരിക്കണേ? ഞാൻ അവിടെ നിന്ന് എടുത്തോണ്ട് നീ അവിടെ പോയ സമയത്തില്ലേ പറയാണ്ടിരുന്നാ മതി. അവിടെ നേശ്വര നീ ഇത് തിന്നു കഴിഞ്ഞാൽ പറയും ഇവിടെ ഒരു റെസിപ്പി വേണ്ട, അത് നല്ലതെന്ന് പാടിയത്. നടട്ടെ, നീ സമാധാനപ്പെട്. പിന്നെ പിന്നെ വേഗം കഴിഞ്ഞു പോകും. കളറ് പച്ചയോ പിന്നെ വേറല്ലേ, പച്ചയിലും കുഴപ്പമില്ല. പച്ചയാവാനായിട്ട് വേപ്പിനെയും പച്ചമുളകും മാത്രമേ ഉള്ളൂ. അതല്ലേ ഉള്ളൂ. അരച്ച സാധനം പച്ചയല്ലല്ലോ. അത് ഇതെല്ലാം ഇത്തിരി പച്ച വന്നോളും. ഇതാവുമ്പോ എങ്ങനെ ഒരു കിളി മഞ്ഞ പോലത്തെ കളറായിരിക്കും. എന്റെ കടകളെ ഈ പച്ച എന്ന് പറഞ്ഞിട്ട് സവോള ചെറുതായിട്ട് കളർ മാറിയില്ലേ? ചെറുതായിട്ട് കളർ മാറിയിട്ടുണ്ട്. അത് മതി. ഇനി ഇതും കൂടി ആകുമ്പോൾ ആയിക്കോളും. ഇത് കുറച്ചിട്ട് ഇതിന്റെ പച്ചമണം പോണ വരെ നമുക്ക് വഴറ്റാനുള്ളതാ. സവോള ഇത്രയും മതി. അരപ്പ് ചേർക്കാൻ പോവാണ് കേട്ടാ. ചിലപ്പോ പൊട്ടിത്തെറിക്കൂട്ടാ, വെള്ളണ്ടേ. സവോളയിലത്തെ വെള്ളം ഉള്ളതുകൊണ്ടേ പൊട്ടാറുണ്ട്. ഇത് പച്ച കളറായി വരുന്നുണ്ട്. ടീച്ചറാവും. പരപ്പ് ചേർത്തു. ചിക്കൻ ഇട്ടിട്ട് വേവാൻ വെക്കില്ലേ? അപ്പൊ നമുക്ക് ആ മിക്സി കഴുകിയ വെള്ളം ഒഴിക്കാം, ജാർ കഴുകിയ വെള്ളം ഒഴിക്കാം. ഒന്നിന്റെ പച്ചക്കുത്ത് പോണട്ടോ. അതുവരയ്ക്കൊന്ന് ഇങ്ങനെ വഴറ്റാട്ട്. നമ്മള് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. എന്നാലും കുറച്ചും കൂടി ഈ വഴറ്റണയിൽ ഇടുന്നുണ്ട് കേട്ടാ. ഇത് വെളുത്തുള്ളി പേസ്റ്റ് എന്തോരം? കുറച്ച് മതിയില്ലേ? മതി, അധികം വേണ്ട. നമ്മൾ മറ്റേ ഇട്ടിട്ടുള്ള കാരണം
ആ മതി മതി. അതുപോലെ തന്നെ ഇഞ്ചിയുടെ പേസ്റ്റ് മതിയില്ലേ? മതി. ഇതിലിത് എണ്ണയൊക്കെ തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കേട്ടാ. വെള്ളമൊക്കെ വറ്റി ഇതായി തുടങ്ങിയിട്ടുണ്ട്. ഒരു തക്കാളി ആഡ് ചെയ്ത്, വലിയ തക്കാളി ഒരു തക്കാളി അരിഞ്ഞത് ഇട്ടു. തക്കാളി ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ് സമയം ഒന്ന് ഇളക്കിയിട്ടാ. തക്കാളി ഇങ്ങനെ അധികം വാടി ഇതാവണ്ട, ഇതിൽ കിടന്ന് വെന്തോളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ ആഡ് ചെയ്യാൻ പോവാ. ആയിട്ടില്ലേ അല്ലേ? മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിക്കാട്ടാ. പച്ചപ്പോട്ട് മഞ്ഞ അത് വേകുമ്പോൾ വേറെ കളറാവും കൂടി. പച്ചയും മഞ്ഞയും കലർന്നിട്ട് കളറാവും. ഇതിലേക്ക് നമ്മള് മിക്സിയുടെ ജാർ കഴുകിയ വെള്ളം ഒഴിക്കാണ് കേട്ടാ. ഇത്ര വെള്ളം മതിയില്ലേ? പിന്നെ മറ്റേ പാത്രത്തിലത്തെ ഒഴിക്കാൻ കുറച്ച്. ഇനി കുറച്ചുകൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടാ. ഗ്രേവി കുറച്ച് വേണമല്ലോ. വേണം. പൊറോട്ടയ്ക്കൊക്കെ ആകുമ്പോൾ ഉപ്പ് നമുക്ക് നോക്കിയിട്ട് തള വരുമ്പോൾ നോക്കിയിട്ട് മതി. കല്ലുപ്പല്ല, അത് അലിയാളൊരു സമയം വേണ്ടേ? ഇടാം. പരിപാടി കഴിഞ്ഞു അല്ലേ? പരിപാടി വേവല്ലേ? വേണ്ട, മൂടി വെച്ച് വേവിക്കാം. ഓക്കെ. അപ്പം അതേ മൂടി വെച്ചു കൂട്ടാ 10-15 മിനിറ്റ്. അപ്പം ഇത് തള വന്നിട്ടുണ്ട്. അപ്പം ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി മറിച്ചിടാം. ഇളക്കിയിടാം. എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടിയിടാം. മൂടിയിടാം. അപ്പൊ കുറച്ച് സമയമായിട്ടാ. അപ്പൊ 10-15 മിനിറ്റ് ആവാറായി. വെന്തു എന്തുണ്ട് ഗ്രേവി ഒന്ന് നമ്മൾ പൊറോട്ടയ്ക്കാണ് ഇത് മെയിനായിട്ട് ചെയ്തത് കേട്ടാ. പൊറോട്ടയ്ക്ക് അപ്പം ഒന്ന് കുറുകട്ടെ. തുറന്നിച്ചിട്ട് ഒന്ന് വറ്റാനായിട്ട് ഒന്ന് ചെറുതായിട്ട് വറ്റിക്കാം. അപ്പൊ കുറച്ച് സമയം തുറന്നിട്ടേ അതൊന്നും കൂടി ഒന്ന് കുറുകട്ടെ കേട്ടാ. സിമ്പിളിടാം. എരിവ് നോക്കിയപ്പോ ഇത്തിരി എരിവ് കുറവ് പോലെ തോന്നുന്നു. അപ്പൊ ഞാൻ ലേശം കുരുമുളക് പൊടി കൂടി ഇടാട്ടാ. ഞങ്ങളുടെ പിള്ളേർക്ക് ഇത്രയൊക്കെ മതി. അധികം വേണ്ട, അധികം വേണ്ട. ഞങ്ങളും അധികം നമ്മള് പൊറോട്ടയ്ക്കും പിന്നെ എരിവിന് നമുക്ക് ബീഫൊക്കെ ഉണ്ട് നന്നായിട്ട് കഴിക്കാം. ലേശം ഗരം മസാലയും കൂടി ചേർക്കാട്ടെ. അതില് കുറച്ച് ഗരം മസാല പൗഡർ, കുറച്ച് ഗരം മസാല ഒരു സ്മെല്ലിന് മതി. കട്ടിയില് ഇപ്പൊ വെള്ളയപ്പം, ചപ്പാത്തി, പൊറോട്ട അങ്ങനെ നമുക്ക് ഗ്രേവി നന്നായിട്ട് ആവശ്യമുള്ളതിന് അതുപോലെ വെക്കാം. നല്ല കുറുകിയ നല്ല കട്ടിയുള്ള ഗ്രേവി ആയിരിക്കും. ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത്, കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ടാൽ പരിപാടി 10-20 മിനിറ്റ് മതി അല്ലേ? പെട്ടെന്ന് കാലത്തൊക്കെ നമുക്ക് പെട്ടെന്ന് ചെയ്യാനായിട്ട്. തീ ഓഫാക്കി മൂടി വയ്ക്കാം. ബൗളിലേക്ക് പകർത്താട്ടാ. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിക്കാട്ടോ. അവിടെ ഉള്ള കാരണം കൊണ്ട് ഞാൻ കുറച്ച് ഒഴിക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി കഴിക്കാൻ പോവാണ് കേട്ടാ. അപ്പൊ ഇത്ര ഐറ്റംസ് തന്നെയാ, അധികം ഐറ്റംസ് ഒന്നും ഇല്ല. എന്നാലും ഇത് മൂന്നും ഷൂട്ട് ചെയ്യാൻ പോണതിന് മുന്നായിട്ട് അവള് ഉണ്ടാക്കി വെച്ചല്ലോ. ഇപ്പതേ വേഗം ഈ സാധനം ഉണ്ടാക്കി. ഇത് ബീഫ് ഞാൻ നേരത്തെ കാണിച്ചു കൊടുത്തു. ബീഫ്, തക്കാളി കറി, ബീട്രൂട്ട്, പൊറോട്ട വാങ്ങിയതാണ്, ചോറ്, അലങ്കാരിന്നല്ല അക്ഷയെന്നല്ലേ. അപ്പൊ വിളമ്പാം. അച്ഛന് ഒരു പൊറോട്ട മതി എന്ന് പറഞ്ഞു. ചേട്ടൻ എന്തിട്ടാ? പൊറോട്ടയും കഴിക്കണം, ചോറും കഴിക്കണം. പൊറോട്ടയല്ലേ? പൊറോട്ടയും കഴിക്കണം, ചോറും കഴിക്കണം. ചോറുണ്ണണം. അത് കഴിഞ്ഞിട്ട് ചോറുണ്ണണം. എനിക്ക് കിട്ടോ കറിയൊക്കെ എടുത്തോ ആവശ്യത്തിന്? വിളമ്പില്ലോ. ജഗ്ഗുന് എത്ര പൊറോട്ട ഇടണം? ഒരെണ്ണിട്ടാ മതി. പിന്നെ വേണമെങ്കിൽ കഴിക്കാം. നല്ല ചൂടുണ്ട് കേട്ടാ. ബീഫ് ജഗ്ഗുന് ഇടട്ടെ? ചിക്കൻ കറി ഇട്ട് നോട്ടാട്ടെ തന്നെ. നീ കറക്റ്റായിട്ട് പറയുന്നുള്ളത് എനിക്കറിയാം. ടേസ്റ്റ് ഉണ്ട്. രക്ഷപ്പെട്ടു. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ചപ്പാത്തിക്കും പൊറോട്ടയൊക്കെ പറ്റിയല്ലേ? പൊറോട്ട നല്ല രസമുണ്ട്. ഈ പൊറോട്ടയ്ക്ക് കറി തന്നെ വേണ്ട, നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പൊറോട്ട കൊടുത്ത ചിക്കൻ ഉപ്പ് ഉണ്ടാവുക.
അതെ അതൊക്കെ ഇപ്പോൾ നോർമലാക്കി. അതെ ഒരു കുപ്പായിട്ട് തുടങ്ങാൻ പാടില്ല, അത്യാവശ്യം ഉപ്പൊക്കെ വേണം. ബീഫ് എങ്ങനെയുണ്ട് നോട്ടേട്ടാ? അടിപൊളി. ബീഫ് ഇത്തിരി വേവ് കൂടി അല്ലെങ്കിൽ പോയി. ഞാൻ സത്യം പറയട്ടെ, കൂടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫ്. അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് വെന്ത് പൊടിയണ സാധനം. ഞാൻ എത്ര വിസിലായി എന്നുള്ളത് ശ്രദ്ധിച്ചില്ലടി. ഈ കാലത്ത് എനിക്ക് ഒക്കെ കൂടി എനിക്കൊരു പരാക്രമാ. അപ്പോൾ വന്നപ്പോൾ കുറേ വിസിലായി ആന്ന് വെച്ചിട്ട് നിർത്തിയപ്പോൾ ശരി എനിക്ക് തോന്നി വെന്ത് പിടിഞ്ഞിട്ടുണ്ടാവും. അതേപോലെ തന്നെ എനിക്കിതിൽ മുറുക്കാൻ വേണം. അതൊന്നും പലതരത്തില്ല. മൊത്തത്തിലൊക്കെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ ഇന്ന് കഴിക്കട്ടെ. ബീഫ് എടുത്തില്ലേ?